താങ്ക് യു എവരിവൺ. നമ്മൾ പെന്തക്കോസ്തി പെരുന്നാൾ കഴിഞ്ഞ് പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ നഗരത്തിൽ കാത്തിരിപ്പീൻ. അവർ ഉയരത്തിൽ നിന്നുള്ള ശക്തിയെ പ്രാപിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരാഴ്ചയാണ് ഈ ആഴ്ച. ഈ വെള്ളിയാഴ്ച സ്വർണ്ണ വെള്ളിയാഴ്ച എന്നാണ് അനുസ്മരിക്കപ്പെടുന്നത്. ഈ വെള്ളിയാഴ്ചയാണ് പ്രാർത്ഥനയ്ക്കായി പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന 40 വയസ്സിലധികം പ്രായമുള്ള ഒരുവനെ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരികയാണ് എന്ന് പറഞ്ഞ് സുഖപ്പെടുത്തുന്ന ആ ദിവസത്തെ അനുസ്മരിക്കുന്നതാണ് ഈ വെള്ളിയാഴ്ച. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയെ സ്വർണ്ണ വെള്ളിയാഴ്ച എന്നാണ് പറയുന്നത്. സോ ഈ ആഴ്ച ദ പവർ, ശക്തി, ഒരു പവർ വീക്കാണ്, ശക്തിയുടെ ആഴ്ചയാണ്. നമ്മൾ ഒരു തിരുവഴുത്തിലെ ഒരു ഭാഗം വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 24 വാക്യം. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. മാലേക് യഹോവയുടെ ദൂതൻ. ഇത് പുത്രൻ തമ്പുരാന്റെ ഒരു പ്രത്യക്ഷതയാണ്. നമ്മൾ ട്രിനിറ്റി പഠിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചായിരുന്നു. ഇനി ട്രിനിറ്റിയുടെ തുടർ ക്ലാസ്സുകൾ വരുമ്പോൾ മാലേക് യഹോവയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പുത്രൻ തമ്പുരാന്റെ വെളിപ്പാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 28 വാക്യമാണ്. മല്ല് പിടിച്ച് ജയിക്കുക. ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ചു. അപ്പൊ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈ ആഴ്ച നമ്മൾ ചിന്തിക്കുന്നത് പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തി. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് ദൈവത്തിന്റെ ശക്തിക്കായിട്ട് കാത്തിരിക്കണം. ഉയരത്തിൽ നിന്ന്, പവർ ഫ്രം ഓൺ ഹൈ, ഉയരത്തിൽ നിന്നുള്ള ശക്തി. എന്താണ് ഉയരത്തിൽ നിന്നുള്ള ശക്തി? ഒന്ന്, ഉയരത്തിൽ നിന്നുള്ള ശക്തി ഒരു ഫിസിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു കായിക ശക്തി അല്ല. നമ്മൾ ഈ ലോകത്ത് ശക്തിമാന്മാരായ ആളുകളെ കാണാറുണ്ട്. മസിൽമേൻ, മസിലൊക്കെ ബിൽഡ് ചെയ്യുന്നവർ, കായികമായ കരുത്ത് ആർജിക്കുന്നവർ. അപ്പൊ അതല്ല. ഒരു കാലഘട്ടത്തിൽ ബാംഗ്ലൂര് ഒരു പവർ ടീം ഉണ്ടായിരുന്നു സുവിശേഷം അറിയിക്കാൻ. അവരിങ്ങനെ ഈ ടെലിഫോൺ ഡയറക്ടറി ഒക്കെ കയ്യിലെടുത്ത് ഇങ്ങനെ വലിച്ചു കീറുമായിരുന്നു. ടെലിഫോൺ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ തിക്ക് ബുക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ അതിന്റെ കുത്തിക്കെട്ടല്ല വലിച്ചു കീറുന്നേ, അതിങ്ങനെ ക്രോസ് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കീറുമായിരുന്നു. ഒരു 10 കടലാസ് ഒരുമിച്ച് വെച്ചാൽ കീറാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ബാംഗ്ലൂർ സിറ്റിയിലെ ടെലിഫോൺ ഡയറക്ടറി എടുത്ത് ഇങ്ങനെ വലിച്ചു കീറുമായിരുന്നു, അവരുടെ കൈയുടെ ശക്തി. അപ്പൊ അത് കാണാൻ ആൾ കൂടും. അപ്പോൾ പറയും യേശു വലിയവനാണ്. അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിനെയൊക്കെ ഞാൻ വളരെ പ്രൊമോട്ട് ചെയ്തിരുന്നു, വളരെ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇത് ദൈവത്തിന്റെ ശക്തി, കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്ത ആ ശക്തി ഒരു ഫിസിക്കൽ ഫോഴ്സ് അല്ല, ഒരു കായിക ശക്തി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും കായിക ശക്തിയാണ് ദൈവിക ശക്തി എന്ന് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് കായിക ശക്തിയല്ല. യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തതും കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടതും കായിക ശക്തിയല്ല. ഞാനൊരു
40-ാം അധ്യായം ഇയ്യോബിന്റെ പുസ്തകമാണ്. ഇയ്യോബിന്റെ പുസ്തകം 40-ാം അധ്യായം 9-ാമത്തെ വാക്യം യഹോവ ഇയ്യോബിനോട് പറയുന്ന ഭാഗമാണ്. അവിടെ പറയാണ്, ഇയ്യോബ് 40:9, ദൈവത്തിനുള്ളതുപോലെ നിനക്ക് ഭുജമുണ്ടോ? ദൈവത്തിനുള്ളതുപോലെ നിനക്ക് ഭുജമുണ്ടോ? അവനെ പോലെ നിനക്ക് ഇടിമുഴക്കാമോ? ഒരു ഫിസിക്കൽ പവർ നിനക്കുണ്ടോ? ചോദ്യമാണ്. നമ്മൾ പല ആളുകളും ദൈവത്തിന് ഭുജമില്ല എന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞായിരുന്നു, അനാട്ടമി ഓഫ് ഗോഡ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരി അതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഒരു കാര്യം, അനാട്ടമി ഓഫ് ഗോഡ്. നമ്മൾ തിരുവെഴുത്തിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാ അവയവങ്ങളും ദൈവത്തിനുള്ളതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ദൈവത്തിനുള്ളതുപോലെ ദൈവം തന്നെ പറയാണ്, എനിക്ക് ഭുജമുണ്ട്, കരമുണ്ട്, ദൈവത്തിന് കരമുണ്ട്, ദൈവത്തിന് കണ്ണുകളുണ്ട്, ദൈവത്തിന് കാതുകളുണ്ട്, ദൈവത്തിന് വായുണ്ട്. ഇതെല്ലാം തിരുവെഴുത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാ അവയവങ്ങളും. ഇവിടെ ഇയ്യോബിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഭുജമുണ്ട്, പക്ഷേ ദൈവത്തിനുള്ളതുപോലെ ഉള്ള ഭുജം നിനക്കുണ്ടോ? ഇത് ഫിസിക്കൽ പവർ അല്ല. നമുക്ക് ദൈവശക്തി കിട്ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ഒരു പവർ അല്ല കിട്ടുന്നത്, ഫിസിക്കൽ പവർ. പിന്നെയുള്ളത് എന്താണ്? മെന്റൽ പവറാണ്, മനഃശക്തി. അത് ഈ ലോകത്ത് പല ആളുകൾക്കുണ്ട്, മെന്റൽ പവർ. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. നിനക്ക് അറിവുണ്ടെങ്കിൽ നീ പറയുക. വാട്ട് കൈൻഡ് ഓഫ് mental power, mental capacity you possess? You have nothing. ഇപ്പൊ നമ്മൾക്ക് മനഃശക്തി ഉണ്ട്, അറിവുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ്. ഇപ്പൊ ദൈവശക്തി ഫിസിക്കൽ പവറും അല്ല, മെന്റൽ പവറുമല്ല. ഇനി അടുത്തത്, പിന്നെയുള്ള ശക്തി, ദൈവശക്തിയെ പറ്റിയുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ് മാജിക്കൽ പവർ. ഇപ്പൊ ഭൗതിക ശക്തി നമുക്കറിയാം. ഇപ്പോ ഭീമൻ, നമ്മുടെ ഭാരതീയ പുരാണത്തിലൊക്കെയാണ് ഭീമൻ, കീചകൻ, ദുര്യോധനൻ, ഇവരൊക്കെ ഗദായുദ്ധ വിദഗ്ധരായിരുന്നു. ഗദ കൊണ്ട് യുദ്ധം ചെയ്യുന്ന, കൈക്ക് വലിയ കരുത്തുള്ള. അപ്പൊ അങ്ങനെ ഒരു ശക്തിയല്ല. അപ്പൊ ക്രിസ്തീയ സഭയിലെ വിശുദ്ധന്മാരെല്ലാം ഭയങ്കര മസിലെല്ലാം പെരുപ്പിച്ച് ഇങ്ങനെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ മനസ്സിൽ അങ്ങനെയാണോ വരുന്നത്? ഇപ്പൊ അത്താനാസിയോസ്, ബെസേലിയോസ്, ജൂലിയോസ്, ഗ്രിഗോറിയോസ്, ദിയസ്കോറസ്, അന്തിമോസ്, ഇവാനിയോസ്, കൂറിലോസ്, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലോട്ട് നമ്മുടെ സഭാപിതാക്കന്മാരുടെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ, പത്രോസ്, പൗലോസ്, യോഹന്നാൻ, ആന്ത്രിയോസ്, ഇങ്ങനെ നമ്മുടെ അപ്പോസ്തലന്മാരുടെയോ സഭാപിതാക്കന്മാരുടെയോ ഒക്കെ പേരുകൾ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ആരുടെയും മനസ്സിലൊരു മസിൽമാന്റെ ചിത്രം വരുന്നില്ല. ഉണ്ടോ? ദേഹം മുഴുവൻ എണ്ണയെല്ലാം തേച്ച് മസിലെല്ലാം പെരുപ്പിച്ച് ഇങ്ങനെ വരുന്ന ഒരു 10-100 പേരിങ്ങനെ മാർച്ച് ചെയ്ത് വരികയാണ്. അത്താനാസ്യൂസും ബെസേലിയസും ഇങ്ങനെ. അങ്ങനെ ഒരു പിക്ചർ നിങ്ങൾക്ക് വരുന്നുണ്ടോ? ക്രിസ്തീയ സഭയിലെ വായും തൂണും മൽപ്പാനുമായിരിക്കുന്ന ആളുകൾ, സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ട കേഫാവും യാക്കോബും യോഹന്നാനും, അങ്ങനെ അവരാരും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു പിക്ചർ കൊണ്ടുവന്ന് തരുന്നില്ല. അപ്പൊ ഇതൊരിക്കലും ഫിസിക്കൽ പവർ അല്ല. പിന്നെ മെന്റൽ പവർ അല്ല. പിന്നെയുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രൻ, വസിഷ്ഠൻ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പുരാണത്തിലുള്ള. നമ്മുടെ പുരാണം എന്ന് നമ്മുടെ ഭാരതീയ പുരാണത്തിൽ നമ്മൾ അതിലും അഭിമാനിക്കേണ്ടവർ തന്നെയാണ്. നമ്മുടെ പൈതൃകമാണത്. ഇപ്പൊ നമ്മുടെ പുരാണത്തില് ഉള്ള
വിശ്വാമിത്ര മഹർഷി എന്നൊക്കെ അവരതൊക്കെ എന്ന് പറഞ്ഞാൽ ദീർഘനാൾ തപസ് ചെയ്ത് വരും, കൃശഗാത്രരും ഒക്കെയാണ്. അല്ലാതെ പക്ഷെ അവരുടെ യോഗദണ്ഡ് വെച്ച് ഇങ്ങനെ കറക്കി ഇങ്ങനെ നീട്ടി കഴിയുമ്പോൾ വലിയ കാര്യം, ഭയങ്കര പവറാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇനി പ്രാർത്ഥനയിലൂടെ നമ്മൾ കരുത്താർജിച്ചു അല്ലെ ശക്തി പ്രാപിച്ചു. മാജിക്കൽ പവർ. ഇപ്പൊ മാജിക്കൽ പവർ ആണോ നമ്മൾ ഈ സംസാരിക്കുന്ന ശക്തി? മാജിക്കൽ പവർ മാജിക്കൽ പവർ അല്ല. യെശയ്യാ പ്രവചനം 44 അധ്യായത്തില് നമ്മൾ ഇവിടെ വായിക്കുകയാണ്. യെശയ്യാ പ്രവചനം 44 അധ്യായം. അവിടെ മാജിക്ക് ചെയ്യുന്നവരെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് പറയാണ്, ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. യെശയ്യാ 44:25 ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യും. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടു പ്രശ്നക്കാർ, ദർശകന്മാർ. ഇപ്പൊ ടിനു ജോർജ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, അദ്ദേഹം ഇങ്ങനത്തെ ഒരു മാജിക്കൽ പവർ. കാരണം 2020 ഓരോ ദിവസവും ഭയങ്കര അനുഗ്രഹമായിരിക്കും. നമുക്കറിയാം എന്താ സംഭവിച്ചത്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന അധ്യക്ഷനാണെന്ന് പറഞ്ഞ് മറ്റൊരാൾ അവരെ അവകാശവാദം ഇട്ടു. അപ്പൊ അദ്ദേഹവും പറഞ്ഞു ഈ വർഷം ഭയങ്കര അനുഗ്രഹമാണ്, ഈ വർഷം നമ്മുടെ സഭകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കാൻ സ്ഥലമില്ലാതെ ആകും. സ്വർഗീയ വിരുന്നിന്റെ അധ്യക്ഷൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ് ഞാൻ. ഇതാ ഈ വർഷം നമ്മുടെ സഭകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിട്ട് അതിനകത്തിരിക്കാൻ സ്ഥലമില്ലാതെയാകും. പിന്നെ കാണിപ്പയ്യൂർ എന്ന് പറഞ്ഞ് ഒരു ആള് നല്ല വേനലായിരിക്കും, മഴ വളരെ കുറവായിരിക്കുമെന്ന് 2018 പ്രവചിച്ചിട്ട് അദ്ദേഹത്തെ ഒരു പാത്രത്തിലൊക്കെ വെച്ചുകൊണ്ട് പോകേണ്ടി വന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ യെശയ്യാ പ്രവചനം 44:25 പറയാണ്, ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും. പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നവർന്നല്ല, പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ ഡിവിനേഷൻ. ഇങ്ങനെ മുന്നോട്ട് നോക്കി ഇങ്ങനെ ഇതുപോലെ സംഭവിക്കാൻ പോണു, ഈ വർഷം നിങ്ങൾക്കെല്ലാം കൊട്ടപ്പടി അനുഗ്രഹം കിട്ടും. ഈ വർഷം പൊതുവായിട്ടൊരു അനുഗ്രഹമല്ല, ഈ വർഷത്തിന്റെ ഓരോ ദിവസവും അനുഗ്രഹമാണെന്നാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള ശുശ്രൂഷകൻ പ്രഖ്യാപിച്ചത്. ഈ വർഷമൊക്കെ കൾട്ട് ഗ്രൂപ്പുകളാണ് നിങ്ങൾ മനസ്സിലാക്കി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഇന്റർവ്യൂ പീരീഡാണ്, ഒരു ഇന്റർവെല്ലാണ് ഇപ്പോൾ ഈ കാലഘട്ടം. നിങ്ങളുടെ തന്നെ നുഖത്തിന്റെ അമ്മിക്കയറുകൾ അഴിക്കുക, നിങ്ങളെ അടിമകളാക്കിയിരിക്കുന്ന നുഖങ്ങളെ തകർക്കുക, നിങ്ങളെ സ്വതന്ത്രരാക്കുക. അതിനൊക്കെയുള്ള അവസരമാണിത്. അതായത് IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൻ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, സ്വർഗീയ വിരുന്ന് തുടങ്ങിയ കൾട്ട് ഗ്രൂപ്പുകളിൽ പെട്ടിരിക്കുന്നവർ അതാത് കൾട്ട് ഗ്രൂപ്പുകാരുടെ നുഖങ്ങളെ നിങ്ങളുടെ മേൽ നിന്ന്, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ നിന്ന് ഉടച്ചു കളയുവാനും നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ അഴിച്ചും കളയുവാനുമുള്ള അപൂർവവും അസുലഭവും അനുഭവവുമായിരിക്കുന്ന അവസരമാണ് ഇത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പൊ ഇവിടെ കർത്താവ് പറയാണ്, ഞാൻ ജൽപ്പാന്മാരുടെ ശകരങ്ങളെ വ്യർത്ഥമാക്കും. എത്ര ആധികാരികമായിട്ടാ പറഞ്ഞ, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന സ്വർഗീയ വിരുന്നിന്റെ അധ്യക്ഷൻ. എത്ര ആധികാരികമായിട്ടാണ്. കാരണം ഇത് ഒത്താലൊത്തു. ഇപ്പൊ റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിക്കപ്പെട്ടു അല്ലേ? അവർ പറയുകയാണ് ഈ 2020 നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമാണ്. ഇതുവരെ എങ്ങനെയുണ്ട്? മെയ് മാസമായി, 5 മാസം കഴിഞ്ഞു. 2020 ഓരോ ദിവസവും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നല്ലോ. പ്രത്യേകിച്ച് പണിക്കൊന്നും പോകണ്ട, വീട്ടിൽ ഇരുന്ന് TV കാണുക, റേഷനറി കൊണ്ട് ചോറ് ഒക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുക. ഇതിൽ കൂടുതലൊരു അനുഗ്രഹം എന്താ വരാണ്? അപ്പൊ അതാണ് നമ്മൾ ഈ പറഞ്ഞത്, ഞാൻ
ജൽപ്പകന്മാരുടെ ശകനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യും. സോ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ മാജിക്കൽ പവർ. അതൊരു മാജിക്കൽ പവർ അല്ല. ഇവരൊക്കെ എക്സർസൈസ് ചെയ്യുന്നത് മാജിക്കൽ പവറാണ്. മാജിക്കൽ പവർ കുറച്ചൊക്കെ എന്ത് ചെയ്യും, അനുവദിക്കും, ലോകത്ത് നടക്കും. പക്ഷേ ദൈവത്തിന്റെ അഭിഷിക്തൻ പ്രത്യക്ഷപ്പെടുന്നത് വരെ മാത്രം. മിസ്രീമിയ മന്ത്രവാദികളുടെ വടി പാമ്പുകളായി ഇഴഞ്ഞു നടക്കും. പക്ഷേ എപ്പോൾ മോശ ദൈവനിയോഗത്തോടെ പ്രത്യക്ഷപ്പെടുന്നോ അപ്പോൾ അത് അവസാനിക്കും. കുറച്ചൊക്കെ നിങ്ങളെ ഭ്രമിപ്പിക്കാൻ അവർക്ക് സാധിക്കും. ശിമോൻ എന്ന് പറഞ്ഞ ഒരുവൻ ആളുകളെ കുറച്ചൊന്നുമല്ല ഭ്രമിപ്പിച്ചത് ശമരിയയിൽ തന്റെ അത്ഭുത പ്രവൃത്തികൾ കൊണ്ട്. പക്ഷെ എപ്പോൾ ഫിലിപ്പോസ് അവിടെ സത്യസുവിശേഷവുമായിട്ട് എത്തിയോ അവിടെ തീർന്നു ശീമോന്റെ കേമത്വം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. റിപ്പിറ്റേഷൻ ചാൻഡ് ചെയ്യാണ്. മന്ത്രങ്ങൾ ആവർത്തിച്ച് മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് അവരിങ്ങനെ എന്ത് ചെയ്യാണ്, അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങളാണ്. നിങ്ങൾ ഈ പെന്തക്കോസ്റ്റൽ പ്രാർത്ഥനകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റും. അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങളാണ്, ആവർത്തനങ്ങളാണ്. തന്നേ തീരൂ അല്ലേ, തന്നേ തീരൂ ഫാക്ടറിയുടെ പടിക്കൽ മുദ്രാവാക്യം വിളിക്കുന്നത് ആവർത്തനം കൊണ്ട്. ഒരു മുദ്രാവാക്യം നമുക്ക് ബോധം എന്താണ് അവർ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവും. ഇവർ പറയുന്നത് എന്താണെന്നും മനസ്സിലാകത്തില്ല. ചിലർ അങ്ങനെയും മറ്റു ചിലർ ഇങ്ങനെയും ആർത്തു. മാജിക്കൽ പവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാജിക്കൽ പവർ. സോ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് മാജിക്കൽ പവർ, ഇറ്റ് ഈസ് നോട്ട് ഫിസിക്കൽ പവർ, ഇറ്റ് ഈസ് നോട്ട് മെന്റൽ പവർ. അത് മനഃശക്തിയല്ല, അത് കായിക ശക്തിയല്ല, മനഃശക്തിയല്ല, തപശക്തിയല്ല. പിന്നെ അത് നമുക്ക് പ്രശംസ കിട്ടാൻ ഉള്ള ഒരു ഉപാധിയല്ല. നമ്മൾ പ്രശംസിക്കുക അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒന്നല്ല. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന മുഴുവൻ ഇന്ന ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു, ഇന്ന പാസ്റ്റർ അത് ചെയ്തു, ഇതാ പേരെടുക്കുകയാണ്, സാക്ഷ്യം പറയിക്കുകയാണ്. എന്താണ് സാക്ഷ്യം പറയിക്കുന്നത്? ഇന്നടുത്ത് വന്നു, പ്രാർത്ഥിച്ചു, അത് മാറി, ഇത് മാറി. ഇന്നലെ ഞാൻ കണ്ട ഒരാൾക്ക് കൊറോണ മാറി എന്ന് പറഞ്ഞ് ഒരു സാക്ഷ്യം. എന്താ ഇവർ അർത്ഥമാക്കുന്നത് അറിയത്തില്ല. ഒരു സഹോദരന്റെ സാക്ഷ്യവും കണ്ടു, ഒരു സഹോദരിയുടെ സാക്ഷ്യവും കണ്ടു. കൊറോണ മാറി, കാരണം അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ പരസ്യം കൊടുക്കുകയാണ്. എന്നാൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് മുന്നോട്ടിറങ്ങിയിട്ട് കൊറോണ ഉള്ളവരെ ഞങ്ങൾ സുഖപ്പെടുത്താമെന്ന് പറഞ്ഞ് സുഖപ്പെടുത്തത്തില്ല. കൊറോണ എത്രയോ പേരുടെ മാറി. കൊറോണ ബാധിച്ച മുഴുവൻ ആളുകളും മരിച്ചിട്ടില്ല. 4% ആളുകളും 3% ആളുകളും ഒക്കെയാണ് മരിക്കുക. 97% ആളുകളുടെയും കൊറോണ മാറി. ദയവ് ചെയ്ത് അത്തരം സാക്ഷ്യങ്ങളുമായിട്ട് വന്ന് അപഹാസ്യരാകരുത്. എന്തോ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട്, പിയാനോയുടെ മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടാണ് ഇത് പറയുന്നത്, ഇത് അവതരിപ്പിക്കുന്നത്. ഇതേക്കുറിച്ച് ധാരണയില്ലാത്തൊരു ഇത് എന്തോ വലിയ അത്ഭുതം സംഭവിച്ചു എന്നുള്ള മട്ടിൽ അങ്ങ് ഇത് ചെയ്യുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ കൊറോണ വൈറസ് ബാധിക്കുന്നതിൽ 97% ആളുകളും സർവൈവ് ചെയ്യുന്ന, അവരാരും മരിക്കുന്നില്ല. ആ 97% ആളുകളും പെന്തക്കോസ്തുകാരോ സ്വർഗീയ വിരുന്നുകാരോ ഒന്നും അല്ല. ആ 3% ആളുകളെ കുറിച്ച് പറ. അവരെ സുഖപ്പെടുത്താനുള്ള ഒരു പ്രത്യേക സിദ്ധി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക കേരളത്തിൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹം നിങ്ങളെ അവിടെ എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാനൊരു വഴി പറഞ്ഞു തന്നാണ്. അങ്ങനെ ശശി തരൂർ വഴിയ ഏറ്റവും എളുപ്പമുള്ള വഴി. കാരണം അദ്ദേഹം ഒരു ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഉള്ള ഒരാളാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് MP ഒക്കെ അല്ലേ. എങ്ങനെയാലും ശശി തരൂരിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ BJPയുടെ മുരളീധരൻ സാറിനെയോ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് പറയുക ഞങ്ങൾക്ക് ഇങ്ങനെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. നിങ്ങളെ അപ്പോൾ തന്നെ ഗുജറാത്തിലേക്ക് അയക്കും, രാജസ്ഥാന്, മഹാരാഷ്ട്ര, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ചുമ്മാ ഈ ഫേസ്ബുക്ക് വന്നിരുന്നു കൊറോണ മാറിയെന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് നാണമില്ല. കൊറോണ മാറി ഒരുപാട് പേരുണ്ട്. 100 പേർക്ക് വന്നാൽ 97 പേരുടെ മാറുക. നിരീശ്വരവാദിയുടെ മാറും, യുക്തിവാദിയുടെ മാറും, കമ്മ്യൂണിസ്റ്റുകാരന്റെ മാറും, RSSകാരന്റെ മാറും, ബജറംഗദളുകാരന്റെ മാറും, സുഡാപ്പിയുടെ മാറും, ISISകാരന്റെ മാറും, ഒക്കെ മാറും. അതുകൊണ്ട് വലിയ സംഭവം പോലെയാ പറയുന്നത് മാറിയെന്ന്. ഒത്തിരി പേരുടെ മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 3% ആളുകൾ മരിക്കുന്നുള്ളൂ. അപ്പൊ ഇത് കേട്ട് നിങ്ങൾ ഭ്രമിക്കരുത്. ഇവന്മാർക്ക് യാതൊരു ശക്തിയില്ല. കാരണം രോഗശാന്തിക്കാരെല്ലാം പലരുക്കേടെ തുടങ്ങി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഇത് പേരെടുക്കാൻ വേണ്ടിയുള്ളതല്ല. ഞങ്ങളുടെ സ്വന്തം ശക്തി ഈ മനുഷ്യന് സുഖം വരുത്തി എന്ന വിധത്തിൽ ഞങ്ങളെ നോക്കുന്നത് എന്ത്? നോക്കുക, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതുങ്കൽ ആശ്ചര്യപ്പെടുന്ന എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? ഇറ്റ് ഈസ് നോട്ട് അവർ ഓൺ പവർ. ദിസ് പവർ ഡസന്റ് ബിലോങ് ടു us. ഡസന്റ് ബിലോങ് ടു മീ. എന്റെ അല്ല. ഇത് ഞങ്ങളുടെ ഭക്തി കൊണ്ട്, തപശക്തിയല്ല. ഇത് ഞങ്ങളുടെ കായിക ശക്തിയല്ല. ഇത് ഞങ്ങളുടെ മനഃശക്തിയല്ല. ഇത് ഞങ്ങളുടെ തപശക്തിയല്ല. ഇത് ഞങ്ങളുടെ സ്വന്തം ശക്തിയല്ല. ഇത് ഞങ്ങൾക്ക് പേരെടുക്കാനുള്ള ശക്തിയല്ല. That's the power of the Holy Spirit. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇത് ഞങ്ങളുടെ കായിക ശക്തിയല്ല, ഭുജബലമല്ല. ഇത് ഞങ്ങളുടെ മനബലമല്ല, മെന്റൽ പവർ അല്ല. ഇത് ഞങ്ങളുടെ തപോബലമല്ല, ഞങ്ങളുടെ മാജിക്കൽ പവർ അല്ല. ഇത് ഞങ്ങൾക്ക് പേരെടുക്കാൻ വേണ്ടിയുള്ള പവർ അല്ല. ഇത് ഞങ്ങളുടെ സ്വന്തമല്ല. ഇതാണ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ഈ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കാരണം ഈ ആഴ്ചയാണ് പവർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പവറിനെ പറ്റി ചിന്തിക്കുകയാണ്. എന്നോ റജി പി കുരുവിള പാസ്റ്റർമാർക്കല്ലേ ആക്റ്റകളിൽ പല സാധനം പഠിക്കൽ എഴുതിയിരിക്കുന്നു. നൂറിൽ 99 പേരുടെ വിശ്വാസം വെറും പൊള്ളയാണെന്ന് ഞാൻ സാധനം പഠിക്കൽ എന്തോ തെളിയിക്കാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, സമയമുള്ളവർക്ക് സാധനം പഠിക്കലുമായിട്ട് ബന്ധപ്പെട്ട് അത് കേൾക്കാം. അപ്പൊ ഇതിവിടെ പത്രോസ്ലീഹ ഈ സ്വർണ്ണ വെള്ളിയാഴ്ച പറയാണ്, ഇവനെ സുഖപ്പെടുത്തി കഴിഞ്ഞ ആളുകൾ കൂടി കഴിഞ്ഞപ്പോ ആദ്യം പത്രോസ്ലീഹ പറയാണ്, ഇത് ഞങ്ങളുടെ സ്വന്തം ശക്തിയല്ല, ഇത് ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഒന്നും ഞങ്ങൾ ചെയ്തതല്ല. അപ്പൊ ഇത് ഞങ്ങളുടെ കായിക ശക്തിയല്ല, ഇത് ഞങ്ങളുടെ മനഃശക്തിയല്ല, ഇത് ഞങ്ങളുടെ തപശക്തിയല്ല, ഇത് ഞങ്ങൾക്ക് പേരെടുക്കാനുള്ളതല്ല, ഇത് ഞങ്ങളുടെ സ്വന്തമല്ല. അപ്പോസ്തലപ്രവൃത്തി 2 കൊരിന്ത്യർ 4-ാം അധ്യായം പൗലുസ്ലിഹ പറയുന്നത് എന്താന്ന് നോക്കാം. 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന്. ഇറ്റ് ഈസ് നോട്ട് അവർ ഓൺ പവർ. ഞങ്ങൾക്ക് അവകാശം പറയാൻ ഉള്ള ഒന്നുമില്ല.
ഞങ്ങൾക്ക് അവകാശം പറയാനൊന്നുമില്ല. മറ്റൊരു വാക്യം ഞാൻ വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം ഒരു വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 23:6. അവൻ ബലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കുമോ? ഇല്ല, അവൻ എന്നെ ആദരിക്കുകയുള്ളൂ. ഇയ്യോബിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള എ ഗ്രേറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് നമ്മുടെ സ്വന്തമായ ശക്തിയല്ല, സ്വതന്ത്രമായ ശക്തിയല്ല. ദൈവശക്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. 1, ഇത് നമ്മുടെ കായിക ബലമല്ല. 2, ഇത് നമ്മുടെ മനബലമല്ല. 3, ഇത് നമ്മുടെ തപോബലമല്ല. 4, ഇത് നമ്മുടെ പ്രശസ്തിക്കുള്ളതല്ല. 5, ഇത് നമ്മുടെ സ്വന്തമല്ല. ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇനി എങ്ങനെയാണ് ഈ ശക്തി പുറപ്പെടുന്നത്? ഈ ശക്തി എങ്ങനെയാണ് പുറപ്പെടുന്നത്? ശക്തി എങ്കൽ നിന്ന് പുറപ്പെട്ടു. യേശു കർത്താവ് പറയാണ്, ശക്തി എങ്കൽ നിന്ന് പുറപ്പെട്ടു. ഒന്നാമത്, ഈ ശക്തി ദൈവത്തിന്റെ നേച്ചറിൽ നിന്നാണ്, ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്നാണ് ഈ ശക്തി പുറപ്പെടുന്നത്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്ന്. പുരുഷാരത്തെ ചിന്യവരും ചിതറിയവരുമായി കണ്ടപ്പോൾ യേശു കർത്താവ് മനസ്സലിഞ്ഞു. ലൂക്കോസ് വിശേഷത്തിൽ he moved with compassion and healed them. The power of God proceeds from the nature of God. ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ സുറിയാനി സഭയുടെ പിതാക്കന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും ക്രമങ്ങളും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ദൈവത്തിന്റെ കരുണയെക്കുറിച്ചാണ്. കരുണാമയനായ ദൈവമേ, കരുണയും സ്നേഹവും മനസ്സലിവും ദയയും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നിങ്ങൾ ശ്രദ്ധിക്കേ, ഏതോ ഒരു കൂതാശയായാലും ശുശ്രൂഷയായാലും നിങ്ങൾ വിശുദ്ധ കുർബാനയായാലും എല്ലാം നിങ്ങൾ കേൾക്ക്, ഏതൊരു പ്രിവ്യോൻസറായാലും എല്ലാം. അപ്പം അവിടെ നിന്റെ മനുഷ്യാതിരേകത്തെ പ്രതി, നിന്റെ കാരുണ്യാതിരേകത്തെ പ്രതി, നിന്റെ മനസ്സലിവിനെ പ്രതി, നിന്റെ കരുണയെ പ്രതി, അത് തന്നെ തുടർച്ചയായിട്ട് കുറിയലായിസോൻ. അപ്പം കുറിയലായിസോൻ എന്ന് പറഞ്ഞാൽ കർത്താവേ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ, കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ. അപ്പൊ ലോർഡ്സ് നേച്ചർ. ആക്ച്വലി നമ്മളുടെ ആ പ്രാർത്ഥനകളൊക്കെ മഹാദരിദ്രമായിട്ടും ബലഹീനമായിട്ടും ഒക്കെ തോന്നുമെങ്കിലും, നമ്മൾ പ്രത്യക്ഷത്തിൽ വളരെ ബലഹീനമായ ഒരു പ്രാർത്ഥനയായിട്ട് തോന്നുമെങ്കിലും, അത് ദൈവത്തിന്റെ ആ പവർ സോഴ്സിനോട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യിക്കുക. സുറിയാനി സഭയുടെ ഓരോ പ്രാർത്ഥനകളും സ്പിരിച്വൽ സീക്രട്ടാണ്. കാരണം പവർ പ്രൊസീഡ്സ് ഫ്രം ദ നേച്ചർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്നാണ് ഈ ശക്തി വരുന്നത്. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞപ്പോഴാണ് യേശുവിൽ നിന്ന് രോഗസൗഖ്യം ആ ജനങ്ങളിലേക്ക് വ്യാപരിച്ചത്. അപ്പൊ ദൈവത്തിന്റെ നന്മയിൽ നിന്ന്, ആർദ്രതയിൽ നിന്ന്, കരുണയിൽ നിന്ന് നമ്മുടെ ദുഃഖത്തിന്റെയും ബലഹീനതയുടെയും കാഴ്ചയിൽ അവന് കരുണ തോന്നുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രാർത്ഥനകളിൽ മുഴുവൻ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടിയാണ് യാചിക്കുന്നത്. കരുണയ്ക്ക് വേണ്ടി, കർത്താവിന്റെ ആ ബലത്തെ അങ്ങ് ഇത് ചെയ്യാണ്. കർത്താവിന്റെ ബലത്തെയാണ് നമ്മൾ വാഴ്ത്തുന്നത്. നമ്മൾ ഒരു ജസ്റ്റ് സാമ്പിൾ ആയിട്ടൊരു പ്രാർത്ഥന നമ്മൾ ലിസൺ ചെയ്താൽ, എന്റെ കൈകളെ നീട്ടി യജമാനന്മാരുടെ അടുക്കൽ ദാസന്മാരുടെ കണ്ണുകൾ പോലെ നിന്റെ അടുക്കലേക്ക് എന്റെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരുന്നു. ദൈവമേ, നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു. നീ രാജാവും ഞാൻ അടിയാനും, നീ യജമാനനും ഞാൻ അടിമയുമാകുന്നു. നീ വലിയവനും ഞാൻ ചെറിയവനും, നീ ബലവാനും ഞാൻ ബലഹീനനുമാകുന്നു. നീ ക്ഷമിക്കുന്നവനും ഞാൻ പാപിയും,
നീ ജ്ഞാനിയും ഞാൻ മൂഢനും അക്രമിയുമാകുന്നു. നീ തരുന്നവനും ഞാൻ യാചിക്കുന്നവനും, നീ നിലനിൽക്കുന്നവനും ഞാൻ അഴിഞ്ഞു പോകുന്നവനുമാകുന്നു. കർത്താവേ, നിന്റെ ഇഷ്ടത്താൽ എന്നെ നീ സൃഷ്ടിച്ചു, നിന്റെ തിരുനാമം എന്നെ നീ അറിയിച്ചു. നിന്നെ വിളിച്ചപേക്ഷിപ്പാൻ എന്നോട് നീ കൽപ്പിച്ചു. നീ എന്നോട് കൽപ്പിച്ചതുപോലെ മഹാപാപിയായ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നോട് ഉത്തരമരുളി ചെയ്ത് എന്നോട് കരുണ ചെയ്യണമേ. ദൈവമേ, ശരീരത്തിനുറക്കം തന്ന് പ്രഭാതത്തിൽ ഉണർന്ന് നിന്റെ വിശുദ്ധനാമത്തെ സ്തോത്രം ചെയ്യുവാൻ എനിക്ക് കൃപ നൽകണമേ. ഇതാണ് ഈ പ്രാർത്ഥനകളുടെ എല്ലാ സ്വഭാവം. ഇതാണ് അപ്പൊ ഇത് അതിന്റെ കാരണം. ഇപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടീച്ചിങ് ആണ് ഈ ന്യൂ ജനറേഷൻ പോസിറ്റീവ് പ്രോസ്പെരിറ്റി പെർഫെക്റ്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ കൃമിയും പുഴുവും പൂഴിയും ഏഴയും ഒന്നുമല്ല. നമ്മൾ ആരാണെന്നറിയാമോ? ആരാണെന്നറിയാമോ? ഞാൻ ആരാണെന്നറിയാമോ? ഇപ്പൊ ഒരു ന്യൂ ജനറേഷൻ പാസ്റ്ററുടെ ടീച്ചിങ് നമുക്കൊരു മുദ്രാവാക്യ ശൈലിയിലേക്ക് മാറ്റിയാൽ, ഞാൻ നേരത്തെ ഈ രാഷ്ട്രീയത്തിലൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് മുദ്രാവാക്യങ്ങളെ പറ്റി എനിക്ക് വലിയ താല്പര്യമാണ്. മുദ്രാവാക്യം. അപ്പൊ ഞാനിപ്പോ ഒരു ന്യൂ ജനറേഷൻ പാസ്റ്ററുടെ പ്രസംഗം ഒരു മുദ്രാവാക്യ രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും: ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ആരാണെന്നറിയാമോ? ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ഞാൻ ആരാണെന്നറിയാമോ? കാരണം അവര് പഠിപ്പിക്കുന്നത് എന്നതാ, നീ ആരാണെന്ന് നീ അറിയണം. നീ ആരാ? നീ വലിയ ഉണ്ടയാണെന്നാ പറയും. എന്നിട്ടിപ്പോ എന്ത് ചെയ്യും? കൊറോണ വന്നപ്പോ കാണുന്നില്ലല്ലോ ആര്. നിന്റെ ഐഡന്റിറ്റി എന്താണെന്നറിയാമോ? നിന്റെ അതെന്താണെന്നറിയാമോ? ഇതെന്താണോ? നീ ആരാണ്? ഇത് കേട്ട് അങ്ങ് വളഞ്ഞ് വില്ലിച്ച് ഉള്ള അവന്മാരുള്ള വസ്തു എല്ലാം എഴുതി കൊടുത്തു, കയ്യിലിരുന്ന പൈസ കൊടുത്തു, പെണ്ണുങ്ങൾ മാല ഊരി കൊടുത്തു, എല്ലാം പോയി. നീ ആരാണെന്നറിയാമോ? എവിടെടാ നിന്റെ മീറ്റിംഗ്? വഞ്ചിക്കപ്പെടാൻ ഇനി നിങ്ങളുടെ ജീവിതം. നിങ്ങളാണ്ട് വലിയ ആനയാ കൂനയാണെന്ന് പറഞ്ഞ നല്ലൊരു നടുവേന വന്നാൽ അത് തീരാനുള്ളത്. ഞാൻ ആരാണെന്നറിയാമോ? അത് സ്വർഗീയവിരുന്നിന്റെ ഉപദേശമാണ് പ്രധാനമായിട്ടും. അത് IPC-കാരുടേതും എല്ലാം അങ്ങനെയുള്ള സഭകൾക്കെല്ലാം ഉണ്ട്. പണ്ടൊക്കെ അവർക്ക് കുറവുണ്ടായിരുന്നു. ഇത് വന്നേ പിന്നെ എല്ലാവരും തന്നെ പറയുന്നതാണ്, നീ ആരാണെന്നറിയാം, നിന്റെ പവർ എന്താണെന്നറിയാം, നീ തിരിച്ചറിയണം. നമ്മുടെ പാസ്റ്റർ ബാബുച്ചെറിയാനൊക്കെ പറയുന്നത് കേൾക്കണം, നിങ്ങൾ ആരാണെന്നറിയാം. മെയിൻലി ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളിലുള്ളവരാണ്. അതെല്ലാം 20s-ലും 30s-ലുള്ള പിള്ളേരാണ്. നിങ്ങൾക്കറിയാമോ ആ കൂട്ടങ്ങളുടെ എല്ലാം അപകടം? അവിടെ ഒന്നും ലീഡർഷിപ്പിൽ പ്രായമുള്ളവരില്ല. നല്ല ആരോഗ്യമുള്ള യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ബാൻഡ് ഓഫ് മിനിസ്റ്റേഴ്സാണ്. അവരെ സംബന്ധിച്ച് ഒരുമാതിരി അസുഖമൊന്നുമില്ല. അവരെല്ലാ ദിവസവും നല്ല ഭക്ഷണം കഴിച്ച് എക്സർസൈസ് ചെയ്ത് നടക്കുന്നവരാണ്. വാർദ്ധക്യം ജ്ഞാനമൂതും. അതേസമയം നിങ്ങൾ ഓർത്തഡോക്സ് സഭയിലോട്ട് നോക്ക്, അവിടെ എത്രയോ വൃദ്ധരായിരിക്കുന്ന തിരുമേനിമാര്, മെത്രാച്ചന്മാര്, പിന്നെ ബാവാ തിരുമേനി, അവരെല്ലാം പ്രായമുള്ളവരാണ് അല്ലേ? നമ്മുടെ യാക്കോബ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നടന്നു പോകുന്നതിന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എത്ര നേരം വേണം നടക്കാൻ? ആ വാർദ്ധക്യത്തിലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റാതെ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിക്കുന്നുണ്ട്. ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാവായെ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ ഡയഗ്നൈസ് ചെയ്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ആ ബലഹീനതയിലും ഗ്രേസ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കാൻ കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സഭയെ സംബന്ധിച്ച് അവർക്കൊരിക്കലും ഇത്തരം ഗീർവാണങ്ങൾ പറയാനോ വിടുവായത്തരം പറയാനോ പൊട്ടത്തരം പറയാനൊന്നും പറ്റത്തില്ല. നോക്കിയാൽ ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ ചർച്ചിന്റെ ലീഡർക്ക് പ്രായമാകുമ്പോൾ ഇവരുടെ ഉപദേശം അവരെന്ത് ചെയ്യും? വാട്ടർ ഡൗൺ ചെയ്യും. പഴയ ശക്തി പറയത്തില്ല. ഒരു കാരണവശാലും നിങ്ങൾ രോഗിയാകത്തില്ലെന്നും, ഒരു കാരണവശാലും ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കത്തിൽ ഒരു കുഴപ്പമില്ല, അതൊക്കെ പയ്യെ ലോയാകും. ഇതൊന്നും വിജയിക്കും. നിങ്ങളിതൊന്നും കേട്ട് വശീകരിക്കപ്പെടരുത്. ഇതൊക്കെ വഞ്ചനയാണ്. ജനവഞ്ചന എന്ന് പറഞ്ഞാൽ പച്ചയായ വഞ്ചന. അവരുടെ ഒന്നും കൂടെ ഒരിക്കലും ഒരു പ്രായമുള്ള ആളുകളില്ല. അവരുടെ യൗവനത്തെ അവർ കടന്നങ്ങ് പൊളക്കുകയാണ്. വളഞ്ഞ് ചാടുക, ഈ ഇങ്ങനെ ചാടി ഇപ്പൊ എല്ലാത്തിനും സൗഖ്യമുണ്ട്, നിനക്ക് എല്ലാം മാറ്റിക്കളയും, അതാണ് ഇത്, ഒന്നും പേടിക്കേണ്ട, അതാണ്. ഒരുത്തന് ഒരു 6 കൊല്ലം മുമ്പ് കേരളത്തിൽ ചെയ്തറിയാവോ? പനേന്ന് വീണ ഒരു മനുഷ്യനെ, ചെത്തുതൊഴിലാളിയായിരുന്നു. അവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഈ കമ്പിയെല്ലാം ഇട്ട് പലത് ചുറ്റിക്കെട്ടി എല്ലാം കൂടെ ഒരു 1.5 ലക്ഷം രൂപ ചെലവായി. 1.5 ലക്ഷം രൂപ ചെലവായെന്ന് പറഞ്ഞാൽ
പ്രൈവറ്റ് ആശുപത്രിയിലല്ല, സർക്കാർ ആശുപത്രി ചികിത്സിച്ചിട്ടാണ്. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ മിറക്കിളുകാരൻ്റെ മീറ്റിംഗ് ചെല്ലുന്നത്. അവൻ വന്നിട്ട് ഇതെല്ലാം അഴിക്കാൻ പറഞ്ഞു. യേശു അത്ഭുതം ചെയ്തെല്ലാം അഴിക്കുക. അവർ പറഞ്ഞു, അയ്യോ അഴിക്കല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അഴിച്ചു മാറ്റുവീൻ. എന്നിട്ട് ലാസറിന്റെ കെട്ട് അഴിച്ചു മാറ്റി വാക്യം വായിച്ചിട്ട് അഴിച്ചു മാറ്റുവീൻ, അവന്റെ കെട്ടുകൾ അഴിക്കുവീൻ. വളരെ സങ്കീർണമായ ശസ്ത്രക്രിയകൾക്ക് ശേഷം കമ്പിയെല്ലാം വെച്ച് കെട്ടിയ കേരളത്തിൽ നടന്ന ഒരു കാര്യമാണ്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. വലിയ കോംപ്ലിക്കേഷൻ ആയിപ്പോയി, വലിയ കോംപ്ലിക്കേഷൻ. ഈ കെട്ടഴിപ്പിച്ചിട്ട് അയാളെ നടത്തിച്ചു. അത് അത്ഭുതമൊന്നുമല്ല ഇത്, കാരണം ഇതെല്ലാം ബലപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. ഏറെക്കുറെ നടക്കാൻ പറ്റും. അത് ഈ മീറ്റിങ്ങിൽ അല്ലെങ്കിലും നടക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ നടക്കരുതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. കുറെ കൂടെ അത് ഉറച്ച് ക്ലിയർ ആകാനുണ്ട്. അത് അങ്ങനെ നടന്ന് മൊത്തം കുഴപ്പമായി. അയാൾ പെർമനന്റ് ആയിട്ട് തളർന്നുപോയി. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ സൂ ചെയ്തിട്ടുണ്ടല്ലോ, അവന്റെ കുടുംബം തറവാടായി പോനെ. അവന്റെ കുഴി കിടക്കുന്ന വല്യപ്പന്റെ വരെ ഫോസിൽ തുമ്മുന്ന വിധത്തിലുള്ള കേസ് വന്നേനെ. കേരളത്തിലാകുമ്പോൾ ഒരു നിയമം, ഒരു രക്ഷയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇത് അവിടെ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നമുക്ക് ആ ശക്തി ഇല്ല. വി ഹാവ് നോ പവർ ഇൻ അവർ സെൽസ്. വി ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് ഗ്രേസ് ആൻഡ് മേഴ്സി. അപ്പൊ അതാണ് ഈ പ്രാർത്ഥനയിലെല്ലാം നമ്മൾ കാണുന്നത്. ഇപ്പൊ വേറൊരു പ്രാർത്ഥന നിങ്ങൾ നോക്ക്. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ വന്ദിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിന് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് ഞങ്ങളുടെ യാതനകൾ നൽകുമാറാകണമേ. കർത്താവേ, കൃപ ചെയ്യണമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. ദയവും നിന്മോചനവും നിന്നറയിൽ നിന്നേകണമേ. യോ നീ സന്നിധിയിൽ അപ്പൊ ഇതൊക്കെ നമ്മളെ തന്നെ താഴ്ത്തുകയാണ്. നമ്മളിൽ ശക്തിയില്ല എന്നുള്ള ആ ആഴമായ കൺവിക്ഷനിൽ യു ആർ ദ സോഴ്സ് ഓഫ് പവർ. അപ്പൊ ആ ദൈവത്തിന്റെ മേഴ്സി, ഗ്രേസ്, ലവിങ് ടെൻഡർനെസ്, കൈൻഡ്നെസ്, കമ്പാഷൻ, അതിൽ നിന്നാണ് ഈ പവർ ഇഞ്ഞു വരുന്നത്. ആ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർക്കുള്ളത്. അപ്പൊ ഇത്ര തികവുള്ള ദൈവശാസ്ത്ര ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട പ്രാർത്ഥനാ സംസ്കാരത്തിന്റെ മഹത്തായ പാരമ്പര്യമുള്ള ആ സഭയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കോപ്പിരാട്ടികളിലേക്ക് നമ്മൾ വഴുതി വീണു പോയതെന്ന് ഓർക്കുമ്പോ എനിക്ക് സ്വയം ലജ്ജ തോന്നുന്നു. നീ ആരാണ്, ഞാൻ ആരാണെന്നറിയാമോ? ഓർത്തു കളിച്ചോ, സൂക്ഷിച്ചോ. ഞാൻ ആരാണെന്നറിയാമോ? ആരാ നീ? ആരടാ നീ? ഇത്തരത്തിലുള്ള വഞ്ചന. ഇപ്പൊ ദൈവത്തിന്റെ കാരുണ്യാതിരേകത്തിൽ നിന്നാണ് ഈ ശക്തി പുറപ്പെടുന്നത്. ദൈവത്തിന്റെ കാരുണ്യാതിരേകത്തിൽ നിന്ന് ഈ ശക്തി പുറപ്പെടുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു മൂവി കണ്ടു. അതിനകത്ത് ഒരാൾ ഒരു ബന്ദിയാക്കപ്പെട്ട കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ സിനിമയുടെ പേര് മറന്നുപോയി. ഒരു ഇംഗ്ലീഷ് മൂവിയാ. അപ്പം ഒരു ഗാങ്ങിനകത്തുള്ള മുഴുവൻ പേരെ ഇങ്ങനെ കൊന്നു പുള്ളി ഇങ്ങനെ ഈ ബന്ദിയെ രക്ഷിക്കാൻ പോകുന്ന ഒരു കൊച്ചു പയ്യൻ അവിടെ ഇയാളെ എതിർക്കുന്നുണ്ട്. ആ ഗാങ്ങിനകത്തുള്ള ആ കൊച്ച്. അവർ തമ്മിൽ മുഖാമുഖം കാണുന്നുണ്ട്. ഇവരിങ്ങനെ തോക്കൊക്കെ നീട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന് മനസ്സലിയ. എന്നിട്ട് ആ കൊച്ചിനോട് നീ ഓടി പൊക്കോളാൻ പറയുന്നുണ്ട്. അപ്പൊ കൊച്ചു ഓടി രക്ഷപ്പെടുക. വാളൂരി വെട്ടാൻ ഉയർത്തി നിൽക്കുന്ന ഭടന്റെ മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞ് പറയാണ്, ഞാനൊരു കുഞ്ഞല്ലേ. കണ്ടോ? ഈ പൊക്കോ.
മനസ്സലിയാണ് ആ പട്ടാളക്കാരൻ. ദാവീദ് ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ മനുഷ്യനായിരുന്നു. ലേറ്റർ ഹോളി സ്പിരിറ്റ് ടെസ്റ്റിഫൈസ് ഇറ്റ്, ദ ബുക്ക് ഓഫ് ആക്ട്സ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധ റൂഹ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഡേവിഡ് ദ സൺ ഓഫ് ജെസെ ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ചാപ്റ്റർ 14 അപ്പോസ്തല പ്രവൃത്തി അധ്യായം 14 പരിശുദ്ധ റൂഹ പറയുകയാണ്, ദാവീദ് ഈശായുടെ പുത്രനാണ്, അവൻ എൻ്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ. Man after my own heart. He knows me very well, more than anyone else on the face of the earth. ഈ ഭൂമിയുടെ മുഖത്ത് ആരെക്കാളും അധികം എൻ്റെ ഹൃദയത്തെ അറിഞ്ഞ ഒരുവനാണ് ദാവീദ്. യെസ്, ദൈവഹൃദയം അറിഞ്ഞ ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ പറയാണ്, ദൈവമേ, ഞങ്ങളുടെ പ്രകൃതി നീ അറിയുന്നുവല്ലോ, ഞാൻ പൊടിയെന്ന് നീ ഓർക്കുന്നുവല്ലോ. 103 സങ്കീർത്തനത്തില് നമുക്ക് വളരെ പരിചയമുള്ള സങ്കീർത്തനമാണ് 103 സങ്കീർത്തനം. അപ്പൊ അതിൽ നിങ്ങൾ നോക്ക്, ദാവീദ് പറയുന്നേ, ഞാനിത് പറയുന്നത് ഹെവൻലി ഫീസ്റ്റ് എന്ന ഗ്രൂപ്പിന്റെ ഹെരസികളെ കുറിച്ചാണ് പറയുന്നത്. ആ ഗ്രൂപ്പ് നിങ്ങളെ പഠിപ്പിച്ചു മുഴുവൻ തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്തോ വലിയ ആനയാണ് ചേനയാണെന്നൊക്കെ പഠിപ്പിച്ചു. നിന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കും. നിങ്ങളത് ഏറ്റു പറഞ്ഞാൽ മതി, നിങ്ങൾ വില്ലിച്ച് നിന്നാൽ മതി, വളഞ്ഞു നിന്നാൽ മതി. നിങ്ങൾ പറയൂ, നിങ്ങൾ സാധാരണക്കാരനല്ല, നിങ്ങൾ അസാധാരണക്കാരനാണ്. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും ഭത്സിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവിടെ പറയാണ്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്നവൻ ഓർക്കുന്നു. ഹി നോസ് അവർ നേച്ചർ. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. പുല്ലിനു തുല്യം നരനുടെ നാളുകളോ, ഹാലേ ലൂയൗ ഹാലേ ലൂയ. പൂക്കുന്നിതു വയലിൽ പൂ ചെടി പോലെ ബാറക്കുമോ. നിങ്ങൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ അത് കേട്ടിട്ടുണ്ടോ? ദ ബ്രെവിറ്റി ഓഫ് ലൈഫ്, ഹൗ ബ്രീഫ് ഈസ് എ ഹ്യൂമൻ ലൈഫ്. പാറിപ്പോകുന്ന ആവി പോലെ, ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ, 4 വിരൽ നീളമാക്കി ഓട്ടാളനേക്കാൾ വേഗത്തിൽ ഓടിപ്പോകുന്ന മനുഷ്യന്റെ ദിനങ്ങൾ കൂലി കൊതിക്കാൻ കൂലിക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നത് പോലെ. ഹൗ ബ്യൂട്ടിഫുള്ളി ബൈബിൾ പോർട്രേസ് ദ ബ്രെവിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ നൈമിഷികത. ബബിൾ ലൈക്ക് മൊമെന്ററി, കുമിള പോലെ നൈമിഷികമാണ് മനുഷ്യ ജീവിതം. All reputations are bubble like momentary. 969 വർഷമോ മറ്റേ ബദൂശലേഹ ജീവിച്ചിരുന്നത്. 930 വർഷം ആദം ജീവിച്ചിരുന്നു. നോഹയുടെ കാലമായപ്പോൾ 120 എന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യന്റെ ആയുഷ്കാലം കുറഞ്ഞു. ബൈബിളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം 4 കൈവിരൽ നീളമാക്കി, അല്ലേ? പ്രയാണകാലം 4 വിരൽ നീളം എന്നൊക്കെ ഉണ്ടല്ലോ. 4 വിരൽ ഏതാ? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം. 4 വിരൽ. പിന്നെ പറയാ, ഓട്ടാളനേക്കാൾ വേഗത്തിൽ ഓടി ഓടി പോകുന്നു. പഴയ കാലത്ത് അഞ്ചലോട്ടക്കാരുണ്ട്, മെയിലുമായിട്ട് പോകുന്നു. അവരാരെയും കണ്ട് വർത്താനം പറഞ്ഞ് കുശലം പറഞ്ഞ് നിൽക്കാറില്ല, ഓടുക. മിക്കവാറും രാജാക്കന്മാരുടെ സന്ദേശമാണ് കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഓട്ടാളൻ എന്നാ പറയുന്നത്, ഓട്ടക്കാരൻ. അവന് അഞ്ചലോട്ടക്കാരൻ, മെയിൽമാനാണ്. അതുപോലെ മനുഷ്യന്റെ ജീവിതം ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. നെയ്ത്തോടത്തേക്കാൾ വേഗത്തിൽ ഓടും. നെയ്ത്തോടം എന്ന് പറഞ്ഞതാ തയ്യൽക്കാരന്റെ സൂചി, മെഷീനിലെ സൂചി കണ്ടിട്ടുണ്ടോ? അത് നിൽക്കുന്നില്ല, നിന്നാ കുരുങ്ങിപ്പോവും. നെയ്ത്തോടത്തേക്കാൾ വേഗത്തിൽ. പിന്നെ പറയാണ്, കൂലിക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നത് പോലെ. രാവിലെ ജോലിക്ക് ഇറങ്ങുന്നവൻ സൂര്യൻ ഇങ്ങനെ മറിഞ്ഞിട്ട് എന്ത് ചെയ്യാ, നിഴല് ചാഞ്ഞില്ലാതെയായി പോവുക. ഒരു ദിവസം പോലെയാകും.
അതൊരു കഥ പോലെ മാത്രമാണെന്ന് അയ്യോ പറയും. കഥ, ഇറ്റ്സ് എ സ്റ്റോറി, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ സ്റ്റോറി. അതുകൊണ്ടാണ് ആളുകൾ മരിക്കുവാൻ കഥ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രയോഗം വന്നത്. യെശയ്യാവ് എന്ന പ്രവാചകൻ ദൈവം പറഞ്ഞു നീ പ്രസംഗിക്കാൻ പറഞ്ഞു. ഇപ്പൊ പ്രസംഗിക്കാനുള്ള ഏറ്റവും വലിയ പ്രസംഗ കുറിപ്പ് വേണ്ടേ? അപ്പൊ നമുക്കിവിടെ പ്രസംഗക്കുറിപ്പ്, പ്രസംഗിക്കാനുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു വൈതരണിയാണ് പ്രസംഗത്തിന് കണ്ടന്റ് വേണം, സബ്ജക്റ്റ്, ടോപ്പിക്, സെർമൺ ഔട്ട്ലൈൻ. എന്താണ് പ്രസംഗം? യെശയ്യാ പ്രവാചകന്റെ കാലത്ത് ബേക്കർ ഹൗസിന്റെ സർമൺ ഔട്ട്ലൈൻ ഒന്നും കിട്ടാനില്ല മേടിക്കാൻ. നമ്മുടെ ES തോമസ് ഒക്കെ ഉണ്ട്, സർമൺ ഔട്ട്ലൈൻ എഴുതി വിൽക്കുന്നുണ്ട്. ഉപദേശിമാർ അതൊക്കെ വെച്ചാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ എന്താണ് സെർമൺ ഔട്ട്ലൈൻ? ഇപ്പം യെശയ്യാവിന്റെ കാലത്ത് അങ്ങനെ ഇല്ല. അപ്പൊ യെശയ്യാവ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത്? ദൈവം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആളുകളോട് ചെന്നിട്ട്, യെശയ്യാവേ നീ ചെന്നിട്ട് നിങ്ങൾ ആരാ, നീ ആരാണെന്നറിയാമോ? നീ ആരാണെന്നറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക, അപ്പൊ ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണെന്നും നീ ആരാണെന്നും. അതാണ് ന്യൂ ജനറേഷൻ പ്രസംഗം. നിങ്ങളൊക്കെ ആരാന്നറിയാമോ? കൊച്ചമ്മേ, അമ്മച്ചി, അമ്മാമേ, വെങ്കൊച്ചേ, നിനക്കറിയോ? നീ സാധാരണക്കാരനല്ല, നീ മറ്റേതാണ്, അതാണ്, ഇത്താണെന്നെല്ലാം പറഞ്ഞ ആളുകളെ ഇളക്കി. യെശയ്യാ പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത്? ദൈവം പറഞ്ഞു, നീ പ്രസംഗിക്കേണ്ടത് സകല ജഡവും പുല്ലുപോലെയും അവരുടെ ആയുസ്സൊക്കെയും വയലിലെ പൂക്കൾ പോലെയും മാത്രമാകുന്നെന്ന് നീ പ്രസംഗിക്കേ. That's the message. നാം പൊടി എന്നവൻ ഓർക്കുന്നു. That's an Old Testament prophet. It's not a New Testament message. We belong to New Testament. We are under New Testament. നമ്മൾ പുതുനിയമത്തിന്റെ കീഴിലാണ്. നമ്മൾ ആരാണെന്നറിയാമോ? നീ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നതും ഉദ്ധരിക്കുന്നതും ഉപയോഗിക്കുന്നതും മുഴുവൻ പൗലുസ്ലിഹയുടെ വാക്യങ്ങളല്ലേ? ആ പൗലുസ്ലിഹ പറയാണ്, കുശവന് തന്റെ കയ്യിലിരിക്കുന്ന പിണ്ണത്തോട് ഇന്നതന്നത് ചെയ്യാമെന്നുണ്ടോ? ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുകൂടായോ? റോമാലേഖനം 9-ാം അധ്യായത്തിൽ ഇറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെയിന്റ് പോൾ. പൗലുസ്ലിഹ പറയാണ് റോമർ 9:20 ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? അയ്യോ മനുഷ്യ, മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്റെ മേൽ അധികാരമില്ലയോ? അതുപോലെ തന്നെ ദൈവത്തിന്റെ കരുണ ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഇതാണ് സുറിയാനി സഭാപിതാക്കന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ്. അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? മേഴ്സി ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് മുഴുവൻ പ്രാർത്ഥനയിലും കരുണയിൽ, അതായത് മേഴ്സി ഓഫ് ഗോഡ്, അതാണ് മുഴുവൻ പ്രാർത്ഥനയിൽ നിങ്ങൾ കാണുന്നത്. മേഴ്സി ഓഫ് ഗോഡ്, കരുണയുള്ള ദൈവമേ കരുണ ചെയ്യണമേ. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. അപ്പൊ ഒന്നാമത് the power of God, the power of the Holy Spirit. It proceeds from the nature of God. ദൈവത്തിന്റെ ആ നേച്ചറിൽ നിന്നാണ് ഈ പവർ വരുന്നത്. അല്ല നമ്മുടെ പെർഫോമൻസിൽ നിന്നോ പ്ലീഡിങ്ങിൽ നിന്നൊന്നും അല്ല. ഇറ്റ്സ് ഔട്ട് ഓഫ് ഹിസ് നേച്ചർ, ഫ്രം ഹിസ് പ്യുവർ ഗ്രേസ് ആൻഡ് മേഴ്സി. അവന്റെ കൃപയിൽ നിന്നും കരുണയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും കമ്പാഷനിൽ നിന്നും മനസ്സലിവിൽ നിന്നും നമ്മിലേക്ക് ഈ കരുണ പ്രവഹിക്കും. നമ്മളിലേക്ക് ഈ കരുണ പ്രവഹിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാം സ്വഭാവം അങ്ങനെ ആയിരിക്കുന്നത്. ദൈവത്തോട് പ്ലീഡ് ചെയ്യുന്ന അങ്ങനെയാണ്, അല്ലാതെ നമ്മുടെ സ്വയം അർപ്പിക്കുകയും ഞങ്ങളുടെ മനുഷ്യവർഗത്തോട് കോപിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തെ തന്റെ തിരുമേനിയുടെ ബലിയാൽ നിരപ്പാക്കുകയും മേലുള്ളവരെയും താഴെയുള്ളവരെയും യോജിപ്പിക്കുകയും തന്റെ വിലയേറിയ രക്തത്താൽ സകലരെയും രമ്യപ്പെടുത്തുകയും ചെയ്ത ആചാര്യനും പ്രധാനാചാര്യനുമായ മശിഹാ തമ്പുരാനേ, നിന്റെ കരുണയാലും ദയയാലും ഈ നേരത്തിൽ തിരുമുമ്പാകെ നിൽക്കുന്ന അടിയങ്ങളുടെ ബലഹീനതയെ നീ കൈക്കൊള്ളണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ കൃപയിൽ നിന്ന് നിന്റെ മക്കളെ വിരോധിക്കരുതേ.
നിന്റെ ഇടവകയിൽ നിന്ന് നിന്റെ തിരുമുഖത്തെ തിരിച്ചു കളയരുതേ. ഇവിടെ നിങ്ങൾ ഏത് പ്രാർത്ഥന എടുത്താലും അത് കരുണയാണ്. ദ മേഴ്സി ഓഫ് ഗോഡ്, മേഴ്സി ഓഫ് ഗോഡ്, മേഴ്സി ഓഫ് ഗോഡ്, അല്ലാതെ വേറെ ഒന്നുമില്ല. കർത്താവേ, രക്ഷാകരമായ നിന്റെ ആദ്യ വരവിനെയും പ്രതിഫലം നൽകുന്നതായ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് തിരുസന്നതിയിൽ സ്തുതികളും അപേക്ഷയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നീതിപൂർവമായ നിന്റെ ന്യായവിധിയുടെ അവസാന ദിവസത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ കാരണം ഞങ്ങൾ അഗ്നിക്ക് ഭക്ഷണമായിട്ട് തീരരുതേ. അഗ്നിക്കടലിൽ മുങ്ങിയവരോ തീജ്വാലയുടെ ഓളങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരോ ആയി ഭവിക്കരുതേ. അഗ്നിത്തേരിൽ സ്വർഗം പോകി മോറേലിയ നിബിയ പ്രമുഖനെ വാനവസേനകൾ മോദമോടേറ്റു. യാഹിനു വേണ്ടി ജാഗ്രതയോട് ധ്വാനിച്ചോനേ, പരനുടെ മൃദുനാദം കേൾപ്പാൻ യോഗ്യനതായി. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രം ദ നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്നാണ്. രണ്ടാമതായിട്ട് ഈ പവർ വരുന്നത് ദൈവത്തിന്റെ പ്രോമിസിൽ നിന്നാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ വാഗ്ദത്തം അത് ആത്മാവിന്റെ നങ്കൂരമാണ്. നമുക്ക് ആങ്കർ ഓഫ് അവർ സോൾ. ഇന്ന് നങ്കൂരം എന്തിനാണ്? കാറ്റടിച്ച് ഉലയുന്ന ആ കടലില് നമ്മുടെ കപ്പൽ തകർന്നു പോകാതെ നങ്കൂരമിട്ടുറപ്പിക്കുകയാണ്. അപ്പൊ ഈ ലോകക്കടലിലെ ഓളങ്ങളും തിരമാലകളും വന്നു കഴിയുമ്പോൾ പ്രക്ഷുബ്ധമായ ലോക സാഹചര്യങ്ങളിൽ, മനസ്സിലെ സംഘർഷങ്ങളിൽ നമ്മുടെ ആത്മാവിന് സമാധാനം, ശാന്തി, നമ്മുടെ ചെറിയ കപ്പൽ, ദൈവമേ ഈ സമുദ്രം വലുതാണ്, എന്റെ വഞ്ചി ചെറുതാണല്ലോ, നിന്റെ വഞ്ചി തകരാതെ, നിന്റെ വഞ്ചി താഴാതെ, നിന്റെ വഞ്ചിക്ക് ആത്മാവിന്റെ നങ്കൂരം, ആങ്കർ ഓഫ് സോൾ, ദാറ്റ്സ് എ പ്രോമിസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് നമ്മളെ യെശയ്യാ പ്രവചനം 23:26, യെശയ്യാ പ്രവചനം 43:26, എന്നെ ഓർപ്പിക്കാം. ദൈവം പറയാണ്, എന്നെ ഓർപ്പിക്കാം. ദൈവത്തിന് ഓർമ്മക്കുറവൊന്നുമില്ല, പക്ഷെ നമുക്ക് ഓർമ്മ. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥനകൾക്കകത്താണെങ്കിലും ഈ തിരുവഴുത്തിലാണെങ്കിലും നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. അല്ലാതെ ചിലപ്പോൾ ഇരുന്നിട്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യവർഗത്തോട് കോപിച്ചിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ പിതാവിന്റെ കോപം പോയി, ഇങ്ങനെയൊക്കെ നമ്മൾ ചില പ്രാർത്ഥന കേൾക്കുമ്പോൾ പിതാവ് മനുഷ്യനോട് കോപിച്ചോണ്ടിരിക്കുകയല്ല. പിതാവിന് കോപമാണ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് മനുഷ്യന്റെ ഇരുളാണ് നമ്മുടെ ഹൃദയത്തിലെ. അതാണ് ക്രിസ്തുവിന്റെ രക്തം മായ്ക്കുന്നത്. അപ്പൊ അതേക്കുറിച്ചാണ് ഈ പ്രാർത്ഥനയിൽ കേൾക്കുന്നത്. അല്ല നിങ്ങൾ അത് കേൾക്കുമ്പോൾ കണ്ടോ പിതാവ് കോപിച്ചിരിക്കാന്ന് സുറിയാനിക്കാരും പറയുന്നുണ്ട്. അങ്ങനല്ല അത് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കി, എന്നെ ഓർപ്പിക്കുക. ഇപ്പൊ ദൈവം പറയാ, എന്നെ ഓർപ്പിക്കുക. കണ്ടോ, ദൈവം മറന്നുപോയി. അങ്ങനെ അങ്ങ് ഗ്രഹിച്ചാലോ, അങ്ങനെ മനസ്സിലാക്കിയാലോ. ഇപ്പൊ നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത്, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനായി കയ്പും ഞാൻ കുടിച്ചേ, നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി, നഗ്നതയോടെന്നെ അവർ തൂക്കി, ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ. താതന് കോപം ഉണ്ടായിരുന്നു. താതൻ ആരോട് കോപിച്ചോണ്ടിരുന്നു? അപ്പൊ നമ്മളിത് മുഴുവനായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ഭാഗങ്ങളും ഗ്രഹിക്കാൻ. അല്ലാതെ ഒരു ഭാഗം മാത്രം അടർത്തി, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മാറ്റിയിട്ട് കണ്ടോ പിതാവിന് കോപം ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഉപദേശം തെറ്റാണ്, ഇതൊക്കെയാ ഓരോരുത്തരുടെ ചിന്തകൾ. അപ്പൊ ഇവിടെ ദൈവം പറയാണ്, യെശയ്യാ പ്രവചനം 43:26, എന്നെ ഓർപ്പിക്ക. ആര് പറയാ? ദൈവം പറയാ, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കയില്ല. അതെന്തോ അല്ല, ഉറക്കഗുളിക കഴിക്കുമോ? ഇത് എന്താ എഴുതിയിരിക്കുന്ന അങ്ങനെ, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കയില്ല. പിന്നെ അടുത്തത്, എന്നെ ഓർപ്പിക്ക, നാം തമ്മിൽ വ്യവഹരിക്ക, നീ നീതീകരിക്കപ്പെടേണ്ടതിന് വാദിച്ചു കൊള്ളുക. എന്താണ് ഓർപ്പിക്കാൻ പറയുന്നത്? പുട്ട് മീ ഇൻ റിമംബ്രൻസ്.
Let us plead together. ദൈവം പറയാണ് പ്രോമിസസ്. നീ ആ വാഗ്ദാനങ്ങളെ ഓർക്കുന്നുണ്ടോ? ദ ഗോസ്പൽ, സുവിശേഷം, ഉടമ്പടി, ദ കവനന്റ്, of God, the gospel of Christ, the promises given to your patriarchs, നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, ഉടമ്പടികൾ, സുവിശേഷം, പ്രവചനങ്ങൾ, നീ ഇതുവല്ലോ ഓർക്കുന്നുണ്ടോ? You can bring all those. The power of God പ്രോമിസുകളിൽ നിന്നാണ് വരുന്നത്, ദൈവിക വാഗ്ദാനങ്ങൾ. അതുകൊണ്ട് ദൈവിക വാഗ്ദാനങ്ങളെ ഓർക്കുകയാണ്. അത് നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. അടുത്തത്, ദൈവത്തിൻ്റെ പവർ വരുന്നത് കൃപയുടെ ബന്ധത്തിൽ നിന്നാണ്. The power of God springs out from the relationship of grace. Through grace, Holy Spirit നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? പിതൃസുത്ത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൽ ബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോടു ബന്ധിച്ചിടുവാൻ. റിലേഷൻഷിപ്പ്, ഔട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിൽ നിന്നാണ് ഈ പവർ കിട്ടുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് കൊഞ്ചിക്കൊണ്ട് അമ്മയോട് പറയുമ്പോൾ അമ്മയിൽ നിന്ന് അതിന് കിട്ടുകയാണ്, റിലേഷൻഷിപ്പാണ്. അമ്മ വഴിയായി അപ്പനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അപ്പൊ ഒരു കൊച്ചു കുഞ്ഞിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താ? ചില വീട്ടിലൊക്കെ പിള്ളേരാ ഭരിക്കുന്നെന്ന് പറയാം, കൊച്ചു പിള്ളേര്. അവരാണ് എന്റെ ശ്രദ്ധാകേന്ദ്രം. അയ്യോ മോനൂട്ടൻ ഉറങ്ങിയോ, നമ്മൾ ചിലപ്പോൾ നമ്മൾ വിസിറ്റേഴ്സ് ആയിട്ട് ചെല്ലുന്നവർക്ക് അരിശം തന്നെ വരും. ആ വീട് നയിക്കുന്നത് കൊച്ചാന്ന് തോന്നും. എന്തുകൊണ്ടാ? റിലേഷൻഷിപ്പ്, ലവ്. അപ്പൊ അതുകൊണ്ടാണ് യേശു കർത്താവ് പിതാവെന്ന് ദൈവത്തെ അവതരിപ്പിച്ചിട്ട് പറയാണ്, നിങ്ങളിൽ ഏത് അപ്പനുണ്ട് മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നത്? നിങ്ങളിൽ ഏത് അപ്പനുണ്ട് മക്കൾ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്നത്? നിങ്ങളിൽ ഏതപ്പനുണ്ട് മക്കൾ മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നത്? നോ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ്. നോക്ക, റിലേഷൻഷിപ്പാണ്. അപ്പൊ പവർ ഓഫ് ഗോഡ് റിലീസസ് ഫ്രം ദ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ ആബുന്ത വിഷമമായോ എന്ന് പറഞ്ഞ്, അതായത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ പിതാവേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിന്നാണ് പവർ വരുന്നത്. സ്വർഗീയ വിരുന്നുകാരൊക്കെ പറയുന്നത് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കേ വേണ്ട, പ്രാർത്ഥിക്കരുതെന്നാണ്. പവർ റിലീസിങ് പ്രയർ ആണ്. കാരണം ദ റിലേഷൻഷിപ്പ് ഓഫ് ഗ്രേസ്, ദ പവർ ഓഫ് ഗോഡ് സ്പ്രിങ്സ് ഔട്ട് ഫ്രം ദാറ്റ് റിലേഷൻഷിപ്പ്. അല്ലാതെ ഫാക്ടറിയുടെ പഠിക്കരുത്, തന്നേ തീരൂ, ഞാൻ ആരാണെന്നറിയാമോ, ഞാൻ ആരാണെന്ന് ഒരു പവറും വരത്തില്ല. അവിടെ നിന്ന് തൊണ്ട പറ്റുന്നവരെ വിളിച്ചേച്ച് പോകാന്നേ ഉള്ളൂ. മക്കൾ എന്ന പദവിയിൽ നിന്ന് നിങ്ങളെ വെട്ടിമാറ്റുകയാണ് ആ പ്രാർത്ഥന വെട്ടിമാറ്റുന്നതിലൂടെ. നമ്മൾ നോക്കും, സുറിയാനി സഭയുടെ എല്ലാ ശുശ്രൂഷയിലും എല്ലാ കൗമായിലും ഒരു എസെൻഷ്യൽ ഫാക്ടറാണ് പ്രാർത്ഥന. പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞാൽ വിളിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ പോലെയാണോ? റിലേഷൻഷിപ്പ്. നിങ്ങളെ ആ സൗഭാഗ്യത്തിൽ നിന്നൊക്കെ അവർ വെട്ടിമാറ്റിയില്ലേ? അവർ നിങ്ങളോട് പറയുന്നത് എന്നതാ? ആ പ്രാർത്ഥന പ്രാർത്ഥിക്കരുതെന്ന്. 2000 വർഷം നിങ്ങളുടെ പിതാക്കന്മാർ ഉരുവിട്ടു, നിങ്ങളുടെ അമ്മമാർ ഉരുവിട്ടു. നിങ്ങൾ ജനിച്ചപ്പോൾ, നിങ്ങൾ മലർന്നു കിടന്നപ്പോൾ, നിങ്ങൾ പിച്ച വെച്ച് നടന്നപ്പോൾ, നിങ്ങൾ സ്കൂളിൽ പോയപ്പോൾ, നിങ്ങൾ രോഗിയായി കിടന്നപ്പോൾ, നിങ്ങൾ പനി പിടിച്ച് കിടന്നപ്പോൾ, നിങ്ങളുടെ തലയിൽ നനഞ്ഞ തുണി ഇട്ടിട്ട് അമ്മ പ്രാർത്ഥിച്ചായിരുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേന്ന്. പക്ഷെ ഇപ്പോ നിങ്ങളോട് തങ്കു ബ്രദർ പറഞ്ഞു അത് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥന നിർത്തി. The power of God springs out from the relationship of grace.
He is our Father. Behold, what manner of love the Father has given to us, that we are called the children of God. വിളിക്കപ്പെടുന്ന മാത്രമല്ല, we are. നമ്മൾ ആകുന്നു. നമ്മൾ ആകുന്നു. നമ്മൾ ആകുന്നു. പവർ വരുന്ന അങ്ങനെയാ. ഇപ്പൊ പവർ എവിടുന്നാ വരുന്നേ? ഒന്ന്, ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്ന്. രണ്ട്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ നിന്ന്. മൂന്ന്, ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന്. നാലാമത്, ദൈവത്തിന്റെ പവർ വരുന്നത് അവന്റെ മുൻ പ്രവർത്തികളിൽ നിന്ന്. ഫ്രം ഹിസ് പ്രീവിയസ് ആക്ട്സ്. അവന്റെ മുൻ പ്രവർത്തികളിൽ നിന്ന്, അതിന്റെ റിപ്പീറ്റേഷൻ ആയിട്ടും തുടർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷ സംഭവങ്ങളെയും പഴയ നിയമ അത്ഭുതങ്ങളെയും റിമൈൻഡ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനത്തിന് വിധേയനാകാത്തവനാണ്. He never changes. Jesus Christ, He same yesterday, today and forever. 2000 വർഷം മുമ്പ് രക്തസ്രാവക്കാരത്തിയായ ഒരു സ്ത്രീയെ കണ്ട് അവൻ മനസ്സലിഞ്ഞെങ്കിൽ അവൻ ഇന്നും മനസ്സലിയും. 2000 വർഷം മുമ്പ് വിശന്ന വലഞ്ഞ ഒരു ജനക്കൂട്ടത്തെ കണ്ട് അവൻ മനസ്സലിഞ്ഞെങ്കിൽ അവൻ ഇന്നും മനസ്സലിയും. 2000 വർഷങ്ങൾക്ക് മുമ്പ് മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ കണ്ണുനീർ കണ്ട് അവൻ അവിടെ നിന്നെങ്കിൽ അവൻ ഇന്നും നിൽക്കും. From his previous acts, the power. ഞാൻ പെന്തക്കോസ്തിക്ക് ശേഷമുള്ള ആഴ്ച ആയതുകൊണ്ടാണ് ഈ പവറിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പവർ കച്ചവടമാക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. ഒത്തിരി പേര് അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ പൂർവകാല കാരുണ്യം വർത്തമാനകാല കരുണയ്ക്കും ഭാവികാല സുരക്ഷിതത്വത്തിനും പ്രാർത്ഥിക്കുന്നതിനുള്ള ഉപാധിയും അവലംബവുമാക്കി മാറ്റുന്നതിൽ യാതൊരു തെറ്റുമില്ല. പൂർവകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരുടെ കർത്താവെ നീ കാണിച്ച കരുണ, മനസ്സലിവ്, അവരുടെ ഇടയിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ. അതുകൊണ്ട് സങ്കീർത്തനങ്ങളിൽ മുഴുവൻ നിങ്ങൾ കാണാം, ദാവീദ് ഈ ട്രിക്കാ പ്രയോഗിച്ചിരിക്കുന്നത്. ദൈവമേ നീ അങ്ങനെ ചെയ്തല്ലോ, ദൈവമേ നീ ഇങ്ങനെ ചെയ്തല്ലോ, പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടല്ലോ, നീ അങ്ങനെ ചെയ്തു, നീ കാരണം നീ ടാപ്പ് ചെയ്യാണ്. പാസ്റ്റ് മേഴ്സീസ്, പാസ്റ്റ് മേഴ്സീസ്, കഴിഞ്ഞ നാളുകളിലെ ആ കാരുണ്യം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പവറിനെ കുറിച്ചാണ്. ഒന്ന്, പവർ എന്താണെന്ന് പറഞ്ഞു. രണ്ട്, നമ്മൾ പവർ എങ്ങനെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. മൂന്ന്, പവർ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോട് പറഞ്ഞ് ഇത് ക്ലോസ് ചെയ്യാണ്. പവർ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് പൗലുസ്ലീഹയാണ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. When I am weak, I am strong. അപ്പം നമ്മുടെ ബലഹീനതയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. മനസ്സിലായോ? നമ്മുടെ വിശുദ്ധന്മാരായ പിതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് അവരുടെ പ്രാർത്ഥന, ഞങ്ങൾ ബലഹീനനായ ഞാൻ. We must have a deep sense of our weakness. Sense of weakness. നമ്മുടെ ബലഹീനതയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം നമുക്ക് വേണം. 2, we must have a simple faith in the goodness of God. ദൈവത്തിന്റെ നന്മയിലുള്ള ഒരു ലളിതമായ വിശ്വാസം നമുക്ക് വേണം. God is good all the time. അല്ല നരകത്തിൽ പിടിച്ചിടുകയും ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കുകയും ബാർബിക്യൂ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യനെ കൊണ്ട് ഫ്രഞ്ച് ഫ്രൈ, ബാർബിക്യൂ, ലെമൺ ലഡു ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടെങ്കിൽ നോ പവർ.
യു ആർ റോങ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ ലളിതം, എൻ്റെ ദൈവം എനിക്കൊരു ദോഷവും വരുത്തത്തില്ല, എൻ്റെ ദൈവം എൻ്റെ പിതാവാണ്, നന്മ സ്വരൂപനാണ്. സിമ്പിൾ ഫെയ്ത്താണ്. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. നമുക്ക് ആ ഒരു സിമ്പിൾ ഫെയ്ത്ത് വേണം. ദൈവം നന്മ സ്വരൂപനാണ്. 3, ദൈവത്തിന്റെ ഹിതത്തോടുള്ള ഒരു യോജിപ്പ് നമുക്ക് വേണം. ദൈവത്തിന്റെ ഹിതത്തോട്, ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. പൊട്ടക്കണ്ണൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 9 പറയുന്നുണ്ട്. പിന്നെ ഈ പവറിനെ കുറിച്ചുള്ള ബോധ്യം നമ്മൾ വായിച്ച ആദ്യത്തെ ടെക്സ്റ്റിൽ യാക്കോബ് പറയുന്നുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. 5ാമത് അവസാനമായിട്ട് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക. കണ്ണുനീരോടും അനുതാപത്തോടും മനസ്സലിവോടും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. കണ്ണുനീരോടും അനുതാപത്തോടും മനസ്സലിവോടും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. അപ്പോൾ അവൻ എന്തായി തീർന്നു? അപ്പോൾ അവൻ മുടന്തനായി തീർന്നു.